പോയിൻറ്റേഴ്സ് ആൻഡ് ക്യാരക്ടർ സ്ട്രിങ്സ്. ഒരു ക്യാരക്ടർ അറേ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് അതിനെ എങ്ങനെ പോയിൻ്റർ വെച്ചിട്ട് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ അറേ എന്ന് പറയുമ്പോൾ ദാറ്റ് ക്യാൻ ബി എ 1 ഡയമെൻഷണൽ അറേ ഓർ 2 ഡയമെൻഷണൽ അറേ. അപ്പോൾ ഒരു ന്യൂമറിക് അറേ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 1 ഡയമെൻഷണൽ അറേയും 2 ഡയമെൻഷണൽ അറേയും ഒക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതല്ലാണ്ട് ക്യാരക്ടർ അറേ ആവുമ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ന്യൂമറിക് അറേ ആണെങ്കിൽ നമ്മൾ അതിനെ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ എലമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതേസമയം ഒരു ക്യാരക്ടർ അറേ ആവണ കേസിൽ നമുക്ക് ആസ് എ ഹോൾ, ആ ഒരു അറേ ആസ് എ ഹോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് അതിനകത്ത് മുഴുവൻ ക്യാരക്ടേഴ്സും കൂടെ ചേർന്നിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് നമ്മൾ അതിനെ ആക്സസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കേസസ് ക്യാരക്ടർ അറേയുടെ കേസിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മാത്രമായിട്ടൊരു വീഡിയോ. അപ്പോൾ ഇവിടെ ഞാനൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും കൂടെ ഒരുമിച്ച് ചെയ്തിരിക്കുകയാണ്. char str ബ്രാക്കറ്റിൽ നമ്മൾ സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം അതിൻ്റെ ഇനീഷ്യലൈസേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും, ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിനകത്ത് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് വയ്ക്കും. എന്നിട്ട് അതിന് str എന്ന് പേര് കൊടുക്കും. അപ്പോൾ നമുക്കറിയാം ഒരു അറേ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് പോയിൻറ്റർ ടു ദി ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ദി അറേ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ str എന്ന് പറയുന്നത് ഒരു പോയിൻ്ററാണ്, ദാറ്റ് പോയിൻറ്റ്സ് ടു ദി ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എച്ച്, അതായത് ഈ എച്ചിൻ്റെ അഡ്രസ്സിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററായിരിക്കും str. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ എഴുതുമ്പോൾ സംഭവിക്കുക. അപ്പോൾ നമുക്കിവിടെ നോർമൽ ഒരു ന്യൂമറിക് അറേ ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിനെയും ആക്സസ് ചെയ്യാം. അതായത് str എന്ന് പറഞ്ഞ നെയിം തന്നെ ഒരു പോയിൻ്ററായി എടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്യാരക്ടറിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ str എന്ന് പറയും. ഇപ്പോൾ str എന്ന് പറഞ്ഞാൽ അത് h ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കുകയാണ് str+2 എന്ന് പറഞ്ഞാൽ ഈ ഒരു അറേയുടെ അകത്തെ സെക്കൻഡ് ക്യാരക്ടർ, അതായത് 0 എന്ന് പറഞ്ഞ ഇൻഡെക്സിലെ ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് ഇങ്ങനെയാണ് വരിക, 0 1 2 3 4 5 ഇങ്ങനെ ഇൻഡെക്സ് വരും. അപ്പോൾ ഇതാണ് 2 എന്ന് പറഞ്ഞ ഇൻഡെക്സ്. അപ്പോൾ 2 എന്ന് പറഞ്ഞ ഇൻഡെക്സിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ L. അപ്പോൾ ഇതിൽ ഓരോ ക്യാരക്ടറായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ന്യൂമറിക് അറേയുടെ അകത്ത് നിന്ന് എടുക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ സ്ട്രിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ക്യാരക്ടറായിട്ടല്ല, നമ്മൾ ആ അറേ മൊത്തമായിട്ടൊരു സ്ട്രിങ് ആയിട്ട് തന്നെ അതിനെ ആക്സസ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമുക്കിങ്ങനെ ഈ str എന്ന് പറഞ്ഞ വേരിയബിൾ തന്നെ പോയിൻ്ററായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു str എന്ന് പറഞ്ഞ അറേയിലേക്ക് ഒരു പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യാം. അതായത് ഇവിടെ char ptr എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു, ദാറ്റ് പോയിൻറ്റ്സ് ടു str. അതായത് അതിനകത്തേക്ക് str എന്ന് പറഞ്ഞ അറേ നെയിം അസൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ str അല്ലെങ്കിൽ str+2 എന്നൊക്കെ യൂസ് ചെയ്ത പോലെ ഈ strന് പകരം നമുക്ക് ptr യൂസ് ചെയ്യാം, ptr എന്ന് യൂസ് ചെയ്യാം. അതുപോലെ ptr+i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ith ക്യാരക്ടർ ഓഫ് ദ അറേ str, അതാണ് അതിൻ്റെ മീനിങ്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ ഈ ഒരു അറേ ഉപയോഗിച്ചതിന് പകരം, ഒരു അറേ യൂസ് ചെയ്തിട്ട് അതിലേക്കൊരു പോയിൻ്റർ അങ്ങനെ പറയുന്നതിന് പകരം, നമുക്ക് ഈ അറേക്ക് പകരം നമുക്ക് നേരിട്ട് ഒരു ക്യാരക്ടർ പോയിൻ്ററിനകത്തേക്ക് ഈ സ്ട്രിങ് അസൈൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ന്യൂമറിക് അറേയിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ഈ ഡിക്ലറേഷൻ എഴുതിയ പോലെ char str1 ഇങ്ങനെ പറഞ്ഞാൽ str1 ഇസ് എ പോയിൻ്റർ പോയിൻറ്റിങ് ടു ക്യാരക്ടറാണ്. അതിനകത്തേക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ char ptr എന്ന് ഡിക്ലെയർ ചെയ്ത പോലെ തന്നെയാണ് char str1 എന്ന് പറഞ്ഞത്. char ptr എന്ന് പറഞ്ഞാൽ ptr ഇസ് എ ക്യാരക്ടർ പോയിൻ്റർ, അതേപോലെ str1 ഇസ് എ ക്യാരക്ടർ പോയിൻ്റർ. ഇവിടെ നമ്മൾ ptrനകത്തേക്ക് str എന്ന് പറഞ്ഞിട്ടൊരു അറേ ആയിരുന്നു അസൈൻ ചെയ്തത്. അതേപോലെ ഈ സെക്കൻഡ് ഡിക്ലറേഷനിൽ നമ്മൾ strനകത്തേക്ക് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രിങ് ആണ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇതേപോലെ നമ്മൾ ആദ്യം str ഡിക്ലെയർ ചെയ്ത പോലെ ഹലോ എന്ന് കാണുന്ന സമയത്ത് ഹലോ എന്ന് എവിടെയെങ്കിലും ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് അതിലേക്ക് ഹലോ എന്നുള്ള സ്ട്രിങ്ങിനെ വയ്ക്കും, എൻ്റെ /0 വയ്ക്കും. എന്നിട്ട് str1 എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്തപ്പോൾ str1 എന്ന് പറഞ്ഞിട്ട് പോയിൻ്ററിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്തു. അതിനകത്ത് ഒരു അഡ്രസ്സാണ്. ആ അഡ്രസ്സ് എന്താണ്? ഈ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രിങ്, അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ആ സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സ് അതിപ്പോൾ 2000 ആണെങ്കിൽ, അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 2000 ആണെങ്കിൽ അതാണ് str1 ഉണ്ടാവുക. അതായത് str1 പോയിൻറ്റ്സ് ടു 2000. ഈ str1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡിക്ലറേഷനും
നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഡിക്ലറേഷനും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ STR എന്ന് പറഞ്ഞിട്ട് ഒരു അറേയുടെ അകത്തേക്ക് ഹലോ എന്ന് അസൈൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, STR എന്ന് പറയുന്നത് ഒരു അറേ നെയിമാണ്, അതൊരു കോൺസ്റ്റൻറ്റ് പോയിൻ്ററാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു അറേയുടെ അകത്തേക്ക് നമ്മൾ ഒരിക്കൽ ഒരു വാല്യൂ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ നമുക്ക് എടുത്ത് മാറ്റാം. അല്ലാണ്ട് അറേ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു വാല്യൂ കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ STRനകത്ത് ഹലോ എന്നാണുള്ളത്. എന്നിട്ട് ഞാൻ പ്രോഗ്രാമിൽ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് STR ഈക്വൽ ടു വേറെ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഗുഡ് എന്ന് പറയുകയാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ എറർ വരും. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം STR എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഒരു അറേ നെയിമാണ്. അപ്പോൾ ഒരു അറേയുടെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ നേരിട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മുടെ ഈ സെക്കൻഡ് ഡിക്ലറേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് STR1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയത്, അത് ക്യാരക്ടർ പോയിൻ്ററിലേക്കാണ് നമ്മൾ ഹലോ വെച്ചത്. അപ്പോൾ അത് വേണമെങ്കിൽ എനിക്ക് പ്രോഗ്രാമിൽ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് മാറ്റാം. STR1 ഈക്വൽ ടു ഗുഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ STR1നകത്തുള്ള ഹലോ മാറിയിട്ട് ഗുഡ് എന്ന് വരും. കാരണം ഇവിടെ നമ്മൾ അസൈൻമെൻറ്റ് നടത്തുന്നത് ഒരു പോയിൻ്റർ വേരിയബിളിലേക്കാണ്. അപ്പോൾ ഒരു പോയിൻ്റർ വേരിയബിളിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അസൈൻ ചെയ്യാം. അതേസമയം അറേയിലേക്ക് നേരിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അറേയിലേക്ക് നേരിട്ട് അസൈൻ ചെയ്തു, അത് ഇനീഷ്യലൈസേഷനാണ്. അതായത് ഡിക്ലറേഷൻ്റെ കൂടെ മാത്രം നമുക്കിങ്ങനെ നേരിട്ട് അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പ്രോഗ്രാമിനകത്ത് എവിടെയും ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അറേയുടെ അകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ രണ്ട് രീതിയിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ ഞാൻ രണ്ട് രീതിയിലും ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തത് STR1 എന്ന് പറഞ്ഞത് ഒരു ക്യാരക്ടർ അറേയാണ്. അതിനകത്തേക്ക് ഞാൻ എക്സാമ്പിൾ എന്നാണ് ഒരു സ്ട്രിങ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് STR2 എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ പോയിൻ്റർ എടുത്തു. അതിനകത്തേക്ക് അനദർ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രിങ് വെച്ചു. ഇനി PTR എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ പോയിൻ്റർ എടുത്തു. ദാറ്റ് PTR പോയിൻറ്റ്സ് ടു STR1. അപ്പോൾ നമുക്ക് STR1നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് STR1 എന്ന് പറഞ്ഞ അറേ നെയിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ PTR എന്ന് പറഞ്ഞ അറേ നെയിം യൂസ് ചെയ്യാം. ദെൻ ഇവിടെ ഞാൻ പുട്ടസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ പുട്ടസ് STR1 എന്ന് എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ്. ക്യാരക്ടർ അറേയുടെ നെയിമാണ് പുട്ടസിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ പുട്ടസ് STR1 എന്ന് പറയുന്ന സമയത്ത് എക്സാമ്പിൾ എന്ന് പ്രിൻറ്റ് ചെയ്യും. അതിന് പുട്ടസ് STR2 നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു ക്യാരക്ടർ പോയിൻ്ററാണ്, അത് പോയിൻ്റ് ചെയ്യണത് ഒരു ക്യാരക്ടർ അറേയിലേക്കാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പുട്ടസിനെ കോൾ ചെയ്യാം. ക്യാരക്ടർ പോയിൻ്റർ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ അനദർ സ്ട്രിങ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ദെൻ പുട്ടസ് PTR പോയിൻറ്റ്സ് ടു STR ആണ്. PTR ഇസ് എ ക്യാരക്ടർ സ്ട്രിങ്. അപ്പോൾ ഈ സമയത്ത് എക്സാമ്പിൾ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇപ്പോൾ STR1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്തുനിന്ന് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ സ്റ്റാർ വെച്ചിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. അത് ഞാൻ രണ്ട് രീതിയിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓരോ ക്യാരക്ടറിൻ്റെയും ഇൻഡെക്സ് I നിൽക്കുകയാണ്. അതായത് STR1 ഓഫ് 0, STR1 ഓഫ് 1, STR1 ഓഫ് 2, ആ രീതിയിലാണ് നമ്മൾ ഓരോ ക്യാരക്ടറിനെ ആക്സസ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് I എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുത്തു ഇൻഡെക്സ് ആയിട്ട്. എന്നിട്ട് വൈൽ ലൂപ്പിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്ത കണ്ടീഷൻ നോക്കുക. PTR പ്ലസ് I നോട്ട് ഈക്വൽ ടു /0. ആദ്യം I 0 ആണ്. അപ്പോൾ PTR പ്ലസ് 0, അതായത് PTR. ഇത് സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? എക്സാമ്പിൾ എന്ന് പറഞ്ഞ അറയിലെ E, അതാണ് സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ. E എടുത്തു, അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ E പ്രിൻറ്റ് ചെയ്തു. പ്രിൻറ്റ് ചെയ്യാൻ PTR പ്ലസ് I സ്റ്റാർ ഓഫ് PTR പ്ലസ് I അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ E പ്രിൻ്റ് ആവും. അതിനുശേഷം I ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. I 1 ആയി. ഇവിടെ വന്നിട്ട് PTR പ്ലസ് 1/0 ആണോ നോക്കും. അല്ല, അപ്പോൾ X പ്രിൻറ്റ് ചെയ്തു. ഇങ്ങനെ PTR പ്ലസ് 2, PTR പ്ലസ് 3, അങ്ങനെ നമ്മളത് I ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തു പോവും. എവിടെ വെച്ചിട്ടാണോ PTR പ്ലസ് I/0 ആവുന്നത് അവിടെ വെച്ചിട്ട് ലൂപ്പിൽ എക്സിറ്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം ഓരോ ക്യാരക്ടറായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ PTR എന്ന് എഴുതിയതിന് പകരം നിങ്ങൾക്ക് STR1 എന്നും എഴുതാം. STR1നെയാണ് PTR വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്തത്. അപ്പോൾ PTR എന്ന് പറഞ്ഞ പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ STR1 എന്ന് യൂസ് ചെയ്യാം. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർ PTR നോട്ട് ഈക്വൽ ടു /0 എന്നാണ് ഞാനിവിടെ കൊടുത്തത്. പ്ലസ് I എന്നൊന്നും കൊടുത്തിട്ടില്ല. അതായത് PTR എന്ന് പറഞ്ഞ പോയിൻ്ററിനെ ഇങ്ങനെ
ഇൻക്രിമെൻ്റ് ചെയ്ത് പോവുകയാണ്. അല്ലാണ്ട് അതിൻ്റെ കൂടെ ഐ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആഡ് ചെയ്യല്ല. അപ്പോൾ ആദ്യം പി ടി ആർ പോയിൻറ്റ്സ് ടു എസ് ടി ആർ ആണ്. അതായത് എസ് ടി ആറിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറാണ്, അത് ഇ ആണ്, നോട്ട് ഈക്വൽ /0 ആണ്. അപ്പോൾ ഇ പ്രിൻറ്റ് ചെയ്തു. അതായത് സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞ സമയത്ത് ഇ പ്രിൻറ്റ് ചെയ്തു. ദെൻ പി ടി ആർ അപ്ഡേറ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ മറ്റേ ന്യൂമറിക് അറേയിൽ ചെയ്തതാണ്. പി ടി ആർ ഇൻക്രിമെൻറ്റ് ചെയ്തു. പി ടി ആർ പോയിൻറ്റ്സ് ടു ദി സെക്കൻഡ് ക്യാരക്ടർ ഓഫ് ദി അറേ ആണ്. അത് /0 ആണോ നോക്കി, അല്ല, അത് പ്രിൻറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് മെത്തേഡും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പോയിൻ്റർ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറേയുടെ എൻഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പി ടി ആർ പോയിൻറ്റ്സ് ടു /0 ആയി. പിന്നെ നമുക്ക് ആ അറേ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ടി ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും അറേ ആക്സസ് ചെയ്യാൻ പി ടി ആർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പി ടി ആർ ഈക്വൽ ടു STR1 എന്ന് അസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു അഡീഷണൽ പോയിൻ്റർ, ഇതിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പി ടി ആർ പോലെ ഒരു പോയിൻ്റർ അറയിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം STR എന്ന് പറഞ്ഞിട്ടുള്ള STR1 ഈ കേസിൽ ആ ഒരു അറേ നെയിം തന്നെയാണ് പോയിൻ്ററായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ++ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അതൊരു അറയിലേക്ക് പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് STR1 എന്ന് പറഞ്ഞാൽ അതേ നെയിം തന്നെയാണ് നിങ്ങൾ പോയിൻ്ററായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം ഒരു അഡീഷണൽ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യാം, ഈ ഫസ്റ്റ് മെത്തേഡും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടേബിൾ ഓഫ് സ്ട്രിങ്സ്. ടേബിൾ ഓഫ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡയമെൻഷണൽ ക്യാരക്ടർ അറേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ ഒരൊറ്റ സ്ട്രിങ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 സ്ട്രിങ് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡയമെൻഷണൽ ക്യാരക്ടർ അറേ എടുക്കാം. അതിൻ്റെ ഫസ്റ്റ് റോ ആയിട്ട് ഫസ്റ്റ് സ്ട്രിങ് എടുക്കാം, സെക്കൻഡ് റോ ആയിട്ട് സെക്കൻഡ് സ്ട്രിങ് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു 2 ഡയമെൻഷണൽ അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു, കൂടെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഫ്രൂട്ട് എന്നാണ് അറേയുടെ പേര്. 4 rows ആൻഡ് 20 columns. അതായത് 4 ഫ്രൂട്ട്സിൻ്റെ നെയിംസാണ് ഇതിനകത്ത് വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് 4 rows. ഒരു ഫ്രൂട്ട് നെയിമിൽ മാക്സിമം 19 ക്യാരക്ടേഴ്സ് വരാം. അതുകൊണ്ടാണ് ഇവിടെ 20 കൊടുത്തത്. അപ്പോൾ 19 വരാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു /0 കൂടെ വെക്കണം ഓരോ സ്ട്രിങ്ങിൻ്റെ എൻഡിലും. അപ്പോൾ ഒരു /0 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 19 സ്പേസസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് 19 ക്യാരക്ടേഴ്സ് വരെ ലെങ്ത്ത് വരാം എന്നുള്ള അസംഷനിൽ 20 എന്ന് അതിൻ്റെ കോളം നമ്പറും കൊടുത്തു. ഇനി ഇവിടെ അതിൻ്റെ കൂടെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് റോ ബനാന, സെക്കൻഡ് റോ ആപ്പിൾ, തേർഡ് റോ പോംഗ്രനേറ്റ്, ഫോർത്ത് റോ ഓറഞ്ച്. ഇങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ അറേ ഇരിക്കുക ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് റോയിൽ ബനാന വെച്ചു, സെക്കൻഡ് റോ ആപ്പിൾ, ഈ പറഞ്ഞ സ്ട്രിങ്സൊക്കെ അതുപോലെ വെച്ചു. അപ്പോൾ നോക്കുക, ഫസ്റ്റ് റോയിൽ ഇത്രയും ലൊക്കേഷൻസ് വേസ്റ്റായി പോയി, സെക്കൻഡ് റോയിലും കുറേ വേസ്റ്റായി, തേർഡ് റോയിലൊക്കെ വേസ്റ്റായി. അപ്പോൾ നമ്മൾ ഒരു അറേ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക്കാണ്. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സൈസ് പറഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് മെമ്മറി വേസ്റ്റേജ് വരും. അപ്പോൾ ഈ മെമ്മറി വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ അറേ, 2 ഡയമെൻഷണൽ ക്യാരക്ടർ അറേ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് an array ഓഫ് ക്യാരക്ടർ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഫ്രൂട്ട്സിൻ്റെ കേസ് അത് സ്റ്റോർ ചെയ്യാൻ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ 4 rows 20 columns പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് പകരം ഒരു അറേ ഓഫ് പോയിൻറ്റേഴ്സ് ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ char fruit of 4 എന്ന് പറഞ്ഞു. ഇതിൻ്റെ മീനിങ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ, അതിനകത്ത് 4 elements ആണുള്ളത്. അതിൽ ഓരോ എലമെൻറ്റും char ആണ്, അതായത് പോയിൻ്റർ ടു ക്യാരക്ടറാണ്. ആൻഡ് ദാറ്റ് അറേ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ അറേയിലെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് ഫ്രൂട്ട് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ പോയിൻ്ററാണ്. അതിനകത്തേക്ക് നമ്മൾ ബനാന എന്നാണ് അസൈൻ ചെയ്ത്. ആ ക്യാരക്ടർ പോയിൻ്റ് ചെയ്യുന്നത് ബനാന എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ്ങിലേക്കായിരിക്കും. ദെൻ ഫ്രൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞ ക്യാരക്ടർ പോയിൻ്റ് ചെയ്യുന്നത് ആപ്പിൾ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലേക്കായിരിക്കും. ദെൻ ഫ്രൂട്ട് ഓഫ് 2 പോയിൻ്റ് ചെയ്യുന്നത് പോംഗ്രനേറ്റ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലേക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ ചെയ്യുന്ന സമയത്ത് മെമ്മറിയിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ടാക്കി. ആ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 4 പോയിൻറ്റേഴ്സാണുള്ളത്. ഈ ഓരോ പോയിൻ്ററും പോയിൻ്റർ ടു ക്യാരക്ടറാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റർ ദാറ്റ് പോയിൻറ്റ്സ് ടു ബനാന എന്ന് പറഞ്ഞു. അപ്പോൾ ബനാന എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിനകത്ത് ബനാന എന്ന് സ്റ്റോർ ചെയ്തു, അതായത് ബനാന /0. അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1000 ആണ്. ആ അഡ്രസ്സാണ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ അറേയിൽ വയ്ക്കുക. അതായത് ഇതിൽ ഫസ്റ്റ്
എലമെൻറ്റ്സ് ദാറ്റ് പോയിൻറ്റ്സ് ടു 1000. അവിടെ ബനാന വെച്ചു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് എലമെൻറ്റ് ദാറ്റ് പോയിൻറ്റ്സ് ടു ആപ്പിൾ. അപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അതിനകത്ത് ആപ്പിൾ സ്റ്റോർ ചെയ്തു. അത് 1007 എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് അലോക്കേറ്റ് ചെയ്തത്. അങ്ങടാണ് ഈ സെക്കൻഡ് എലമെൻറ്റ് പോയിൻ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ ഓരോ എലമെൻറ്റിനെയും ഓരോ മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യിച്ചു. അപ്പോൾ ഇവിടെ നോക്കുക, നേരത്തെ നമ്മൾ 20 ആയിരുന്നു അതിൻ്റെ കോളം വിട്ട് കൊടുത്തത്. കാരണം നമുക്ക് മാക്സിമം 19 ക്യാരക്ടേഴ്സ് വരെ വരാവുന്ന നെയിംസാണ്, ഫ്രൂട്ട് നെയിംസാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും സൈസ് കൊടുത്തു. അപ്പോൾ അത്രയും മെമ്മറി വേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബനാന എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട അത്രയും മെമ്മറി മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ പോയിൻ്ററാണ് ഇങ്ങോട്ട് വെച്ചത്. അപ്പോൾ ഇവിടെ അഡീഷണൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പോയിൻറ്റേഴ്സ് വയ്ക്കാനുള്ള മെമ്മറി. പക്ഷേ അത് നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ മെമ്മറി വേസ്റ്റേജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പോയിൻ്റർ വയ്ക്കാൻ നമ്മൾ വളരെ കുറച്ച് മെമ്മറി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, അതായത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് കണ്ടിഗ്വസ് മെമ്മറി ലൊക്കേഷൻസ് ആയിരുന്നു അലോക്കേറ്റ് ചെയ്ത്. ബനാന എന്ന് സ്റ്റോർ ചെയ്ത് ഇത്രയും സ്പേസ് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷനിലായിരിക്കും ആപ്പിൾ എന്ന് സ്റ്റോർ ചെയ്യുക. മെമ്മറിയിൽ അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. അതേസമയം നമ്മൾ പോയിൻ്റർ ടു അറേ ഓഫ് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എവിടെയാണോ മെമ്മറി ഫ്രീ ആയിട്ടുള്ളത് അവിടേക്ക് ആയിരിക്കും. ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കും, ചിലപ്പോൾ പല പല ലൊക്കേഷനിലായിട്ടായിരിക്കും ഈ ഓരോ സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. പക്ഷേ മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിനി അതിലെ ഓരോ റോയും ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ഓഫ് ഐ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് 0th റോ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ഓഫ് 0 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ബനാന എന്ന് പറഞ്ഞ സ്ട്രിങ് കിട്ടും. സോ ടു ആക്സസ് ഈച്ച് സ്ട്രിങ് വി ക്യാൻ ഗീവ് ഫ്രൂട്ട് ഓഫ് ഐ. അപ്പോൾ നമുക്ക് അതിലെ മുഴുവൻ ഫ്രൂട്ട് നെയിംസും ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോർ ലൂപ്പ് എഴുതാം. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 4, ഐ പ്ലസ് പ്ലസ്. അതിനകത്ത് ഓരോ ഫ്രൂട്ട് ഓഫ് ഐയും പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ബനാന, ആപ്പിൾ അങ്ങനെ പറഞ്ഞ് ഓരോന്നും പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി നമുക്ക് അതായത് ഓരോ സ്ട്രിങ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ കേസിൽ ആക്സസ് ചെയ്തത്. ഇനി ഇത് സ്ട്രിങ്സ് ആണെങ്കിലും ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ആണെങ്കിൽ നമുക്ക് സ്ട്രിങ്ങിൽ ഓരോ ക്യാരക്ടേഴ്സായിട്ടും ആക്സസ് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ 0th ഫ്രൂട്ടിലെ സെക്കൻഡ് ക്യാരക്ടർ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഫ്രൂട്ട് ഓഫ് 0 + 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് ഓഫ് 0യിലെ 2 എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്കുള്ള പോയിൻ്ററാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാറും കൂടെ ഇട്ടാൽ ഫ്രൂട്ട് ഓഫ് 0യിലെ സെക്കൻഡ് ക്യാരക്ടർ എനിക്ക് കിട്ടും. അതായത് ഫ്രൂട്ട് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അത് ബനാന എന്നായിരുന്നു നമ്മൾ വെച്ചത്. അപ്പോൾ അതിലെ സെക്കൻഡ് ക്യാരക്ടർ, അതായത് 0, 1, 2 ഇങ്ങനെയാണ് ഇൻഡെക്സ് പോവുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക n ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആക്സസ് ചെയ്യുക. അപ്പോൾ ith റോയിലെ അല്ലെങ്കിൽ ith സ്ട്രിങ്ങിലെ jth ക്യാരക്ടർ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഓഫ് i + j എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടിടത്തും ഞാൻ ഡിക്ലറേഷൻ മാത്രമല്ല അതിൻ്റെ കൂടെ ഇനീഷ്യലൈസേഷൻ കൂടെ ചെയ്തു. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ പോയിൻ്റർ വെച്ചിട്ട് 1 ഡയമെൻഷനിൽ അറേ ചെയ്തപ്പോഴും ക്യാരക്ടർ പോയിൻ്റർ വെച്ചിട്ട് 2 ഡയമെൻഷനിൽ അറേ ആക്സസ് ചെയ്ത സമയത്തും രണ്ടിടത്തും ഇപ്പോൾ ഇവിടെ കണ്ടോ ഇതിൻ്റെ കൂടെ str1 ഈക്വൽ ടു ഹലോ എന്നുള്ള ഇനീഷ്യലൈസേഷനും കൂടെ ചെയ്തു. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ കൊടുത്തിരുന്നത് ഇപ്പോൾ str1 എന്ന് ഡിക്ലെയർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ str1 എന്താണെന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിനകത്ത് എവിടെയെങ്കിലും റീഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഗെറ്റ് str1 ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ str1 എന്ന് പറയുന്നത് ഒരു പോയിൻ്ററാണ് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പോയിൻ്റർ എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യണമെന്ന് പറയാത്തത് കൊണ്ട് ഒരു ക്യാരക്ടർ ഡേറ്റ ടൈപ്പിലേക്കാണ് പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് എവിടെയാണ് അതിൻ്റെ മെമ്മറി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ മാത്രം എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിന് റീഡ് ചെയ്യാൻ പറ്റില്ല. ഈ റീഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, ഈ str1 എവിടേക്കാണ് പോയിൻ്റ് ചെയ്യണമെന്ന് പറയണം. അല്ലെങ്കിൽ str1ന് വേണ്ടിയിട്ട് ഒരു മെമ്മറി, str1ന് പോയിൻ്റ് ചെയ്യാൻ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും കൂടെ ഒരുമിച്ച് ചെയ്ത് എക്സാമ്പിൾസ് എടുത്തത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ 2 ഡയമെൻഷനൽ അറേയുടെ കേസിലും. ഇവിടെ നമ്മൾ ഫ്രൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു, അതിനകത്തേക്ക് ബനാന, ആപ്പിൾ എന്നൊക്കെ ഇനീഷ്യലൈസ് ചെയ്തു. അതിന് പകരം സ്റ്റാർ ഫ്രൂട്ട് ഓഫ് 4 എന്നുള്ള ഡിക്ലറേഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫ്രൂട്ടിനെ ആക്സസ് ചെയ്യാൻ ഇപ്പോൾ സ്കാനഫിനകത്ത് %s എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട് ഓഫ് i എന്ന് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഓരോ ഫ്രൂട്ട് ഓഫ് ഐക്കുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അതിന് പോയിൻ്റ് ചെയ്യാനുള്ള മെമ്മറി ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വെച്ചിട്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പഠിക്കുന്ന സമയത്ത് പറയാം.